വണക്കം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീൻ ചിത്രീകരിക്കണമെങ്കിൽ അധികം ആരും ഇവിടെ ഉണ്ടാകരുത്. സംവിധായകന് മുന്നിൽ ഡിമാൻഡ് വെച്ച് സിൽക്ക് സ്മിത. ഷിബു ചക്രവർത്തിയുടെ തിരക്കഥയിൽ ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് അഥർവം. മമ്മൂട്ടി, സിൽക്ക് സ്മിത, ഗണേഷ് കുമാർ, പാർവതി, ജയഭാരതി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആഭിചാരം, മന്ത്രവാദം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു സിനിമയിൽ പ്രതിപാദിച്ചത്. ആഭിചാരക്രിയയ്ക്കായി സിൽക്ക് സ്മിത മമ്മൂട്ടിക്ക് മുമ്പ് പൂർണ്ണ നഗ്നയായി നിൽക്കുന്ന രംഗം അഥർവത്തിലുണ്ട്. ആ രംഗം പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ സിൽക്ക് സ്മിത തയ്യാറായെന്ന് അഥർവത്തിൽ ഡെന്നീസ് ജോസഫിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത വേണു ബി നായർ പറയുന്നു. ആ സീനിനെക്കുറിച്ച് സിൽക്ക് സ്മിതയോട് പറയുമ്പോൾ ഡെന്നീസിനും തനിക്കും ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. അതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് സിൽക്ക് സ്മിത വന്ന് എന്താണ് കാര്യമെന്ന് തിരക്കി. നാണം കാരണം ഡെന്നീസ് ജോസഫ് പോയി. പിന്നീട് താനാണ് സിൽക്ക് സ്മിതയോട് ആ സീനിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വേണു ബി നായർ പറയുന്നു. സീനിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തെ പറയാമായിരുന്നില്ലേ എന്നാണ് സിൽക്ക് ചോദിച്ചത്. അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിച്ച് ഷൂട്ടിങ്ങിന് വരാൻ വേണ്ടിയായിരുന്നു. ഒടുവിൽ ആ സീനിൽ പൂർണ്ണ നഗ്നയായി സിൽക്ക് സ്മിത അഭിനയിച്ചു. പക്ഷേ സിൽക്ക് സ്മിതയ്ക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അധികമാരും ആ സീൻ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകരുത്. സിൽക്ക് സ്മിതയുടെ ആ താല്പര്യപ്രകാരം മമ്മൂട്ടി അടക്കം ഈ സീനിൽ വളരെ അത്യാവശ്യമായവർ മാത്രമേ അത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണു പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സിൽക്ക് സ്മിത പൂർണ്ണ നഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ എല്ലാവരും തെറി. തെറിയോട് തെറി. തന്മാത്രയിൽ മീര വാസുദേവൻ നഗ്നയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇതേ തെറിവിളി തന്നെ അതിനും കിട്ടും. അത് പറയുന്നത് അതിൻ്റെ സംവിധായകരും ആ നടിമാരൊക്കെയാണ്. അത് യൂട്യൂബിലും ഗൂഗിളിലെല്ലാം അവർ പറയുന്ന കിടപ്പുണ്ട്. ഇവന്മാർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ DVD നിന്നും അതുപോലെ ചാനലിൽ കാണിക്കുമ്പോഴൊന്നും ആ സീനൊന്നും കാണാൻ കിട്ടുകയില്ല, യൂട്യൂബിലും കിട്ടുകയില്ല. അതൊക്കെ അവർ വെട്ടിമാറ്റി അത് ചിലപ്പോൾ തിയേറ്ററിൽ കാണിച്ചിട്ടുണ്ടാവും. ശോധാമേനൻ്റെ പ്രസവമൊക്കെ തപ്പിപ്പോയ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ആ DVD അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലിൽ വരുമ്പോഴൊന്നും ഇതൊന്നും കാണിക്കുകയില്ല. അപ്പോൾ പിന്നെ പൊന്നാമ്പരം കോട്ട എന്ന സിനിമയിൽ വിജയശ്രീ കുളിക്കുമ്പോൾ അവർ വസ്ത്രം കഴിഞ്ഞ് പോകുന്നതാണ്. ദൂരെ നിന്നാണ് ക്യാമറ വെക്കുന്നത്. അപ്പോൾ വിജയശ്രീക്ക് അതേക്കുറിച്ച് അറിയത്തില്ലായിരുന്നു തോന്നുന്നു. ക്യാമറ ഇങ്ങനെ സൂം ചെയ്യുന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്നിട്ട് എന്തോ വെള്ളത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ഇവരുടെ വസ്ത്രം കഴിഞ്ഞ് പോകും. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സീൻ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് കണ്ടത് നമ്മുടെ എഡിറ്റ് ചെയ്യാതെ ഈ സംഭവം വന്നിട്ടുണ്ട്. ഒന്ന് ഓർത്ത് ക്യാമറയിൽ അത് ഒരു സമയത്ത് ഇത് കട്ട് ചെയ്യാതെ കാണിച്ചായിരുന്നു അവർ. എന്തോ അവർക്ക് എന്താ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ പല ഭാഗങ്ങളും യൂട്യൂബിലുണ്ട്. അങ്ങനെ വിജയശ്രീയുടെ ഒരു കാര്യം. സിൽക്ക് സ്മിതയുടെ കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായില്ലേ. പിന്നെ തന്മാത്ര സിനിമയിലാണ് മറ്റേ മീര വാസുദേവൻ അഭിനയിക്കുന്നത്. അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് വെട്ടിക്കളഞ്ഞു കാണും. പിന്നെ ആരെയാണ് പിന്നെ രോഹിണി അഭിനയിക്കുന്നത് ഒരു പഴയ ചിത്രത്തിലാണ്. 1921. ആ കാലത്ത് ഈ ജനാർദ്ദൻ്റെ മുന്നിലാണ് പോയി ഈ മറയ്ക്കാതെ നിൽക്കുന്ന ഒരു സീനുണ്ട്. വിജയരാഘവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. വിജയരാഘവൻ അവിടുത്തെ ഒരു ജോലിക്കാരനാണ്, ഒരു അടിമ പോലെ ഉള്ള വിലക്കാരനാണ്. അപ്പോൾ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. ആ രംഗമൊക്കെ യൂട്യൂബിലുണ്ട്. അമലാപ്പോളിൻ്റെ ആടേന്ന സിനിമയിൽ അമലാപ്പോൾ പൂർണ്ണ നഗ്നയായിട്ട് അതിൽ ഓടുന്നു ചാടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് അമലപ്പോൾ ആ സിനിമ ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളെല്ലാം നടന്നത് അമലപ്പോൾ തുണിയെടുക്കാതെ നടക്കുന്ന സിനിമ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും അമലപ്പോളിന് അത് കയറി പറയാൻ പറ്റില്ല.